ഞാൻ 6ാം ക്ലാസ് വരെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. 7ാം ക്ലാസ് ആയപ്പോൾ എന്നെ അച്ഛനും അമ്മയും കൊണ്ട് സെൻറ്റ് ജോസഫ്സ് സ്കൂളിൽ ചേർത്തു. അപ്പോൾ ഈ പേട്ട സ്കൂളും സെൻറ്റ് ജോസഫ് സ്കൂളും തമ്മിൽ ഒരു കഷ്ടിച്ച് 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പേട്ട സ്കൂള് അന്ന് വലിയ സ്കൂളാണ്, ഒരുപാട് നല്ല അധ്യാപകരുണ്ട്. പക്ഷേ വിദ്യാർത്ഥി സമരവും അധ്യാപക സമരവും പല പ്രശ്നങ്ങളായിട്ട് പഠനം കാര്യമായിട്ട് നടക്കില്ല. പിന്നെ വളരെ പാവപ്പെട്ട കുട്ടികൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് പൊതുവെ കുട്ടികൾ അങ്ങനെ പഠനത്തിൽ വലിയ മികവൊന്നും കാട്ടിയിരുന്നില്ല. അതേസമയം 2 കിലോമീറ്റർ അപ്പുറത്ത് സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും മികച്ച സ്കൂളാണ്. അവിടെയാണ് റാങ്കുകൾ പലപ്പോഴും കിട്ടിയിരുന്നത്. അവിടെയും ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഉൾപ്പെടെ അവിടെ പഠിക്കുന്നുണ്ട്. എങ്കിലും മന്ത്രിമാരുടെ മക്കളും അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരുടെ മക്കളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ പഠന നിലവാരവും മെച്ചപ്പെട്ടതായിരുന്നു, വിദ്യാർത്ഥികളുടെ പെർഫോമൻസും വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അങ്ങനൊരു സാഹചര്യമാണ്. ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് പലരും ചോദിക്കും, ലാലിപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിച്ചു, ഒരുപാട് രാജ്യങ്ങളിൽ പോയി ചെറിയ കാലങ്ങൾ താമസിച്ചു, അല്ലെങ്കിൽ സന്ദർശിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൾച്ചറൽ ഷോക്ക് തന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയും, എനിക്ക് ഏറ്റവും വലിയ കൾച്ചറൽ ഷോക്ക് തന്ന പ്രദേശം എന്ന് പറയുന്നത് ഞാൻ വളർന്ന തിരുവനന്തപുരം നഗരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പേട്ട സ്കൂളിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഷോക്ക്, കൾച്ചറൽ ഷോക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചതൊരു പക്ഷേ. എന്ന് പറഞ്ഞാൽ പേട്ട സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സാധാരണ അവിടുത്തെ കൊച്ചു കളികളൊക്കെ ഉള്ളൂ, കബഡി കളിയും കള്ളനും പോലീസും ഒക്കെയാണ്. നഗര ഹൃദയത്തിലാണെന്ന് ആലോചിക്കണം ഈ സ്കൂളും. പിന്നെ പാവപ്പെട്ട കുട്ടികളുമാണ്. അവരുടെ ദൈന്യതയും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യമൊക്കെ കാണുകയും ക്ലാസ്സിൽ കയറാതെ മുങ്ങി നടക്കുന്ന കുട്ടികൾ, അന്ന് പരീക്ഷ എല്ലാ വിഷയവും പാസ്സായാലും ആ ക്ലാസ് തോറ്റുപോകും. അപ്പോൾ മീശയുള്ള കുട്ടികളൊക്കെ 6ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് പുതിയ സ്കൂളിലേക്ക് മാറിയപ്പോൾ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അവിടെ ഭയങ്കര ചിട്ടയും അച്ചടക്കവും, എന്നാൽ എല്ലാ അവസരങ്ങളും തരികയും ചെയ്യും. അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഞാൻ വലിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വ്യത്യാസം, കുട്ടികളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം, അധ്യാപകരുടെ വ്യത്യാസമൊക്കെ കാണുണ്ടായി. പൊതുവായ ഘടകങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു. അപ്പോൾ എനിക്ക് സെൻറ്റ് ജോസഫ് സ്കൂളിൽ 5ാം ക്ലാസ് തൊട്ട് പഠിച്ച് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടികൾ, ഇപ്പം ഞാൻ പെട്ടെന്ന് 7ാം ക്ലാസ്സിൽ ചെന്ന് ചേരുകയാണ്. അപ്പോൾ അവിടുത്തെ രീതികൾ എനിക്കറിയില്ല. അവിടുത്തെ പ്രാർത്ഥന സംഗീതം പോലും ഇംഗ്ലീഷിലാണ്. ഞാൻ പഠിച്ച മലയാളം മീഡിയത്തിലൊക്കെ ആണെങ്കിലും പിന്നെ കുട്ടികൾ സംസാരിക്കുന്നതിനകത്തൊക്കെ ഭാഷ അല്ല വേറെ രീതികളുണ്ട്. മന്ത്രിയുടെ മോനുണ്ട് എൻ്റെ ക്ലാസ്സിൽ, വലിയ ബസ് ഉടമയുടെ ശേഷക്കാരനുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ വേറെയാണ്. പേട്ട സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ ക്രിക്കറ്റ് കളി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചിലർ ബാറ്റുമായിട്ടൊക്കെ അതിൽ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ചെന്ന ദിവസം തന്നെ എല്ലാം കൂടെ പോയി ക്രിക്കറ്റ് കളി, ഉച്ചയ്ക്ക് എല്ലാവരും ക്രിക്കറ്റ് കളിയാണ്. നമ്മൾ പഴയ സ്റ്റീൽ പെട്ടിയുണ്ട്, പുസ്തകം കൊണ്ടുപോകുന്നത്. അത് 2 പെട്ടി ഒന്നിനു മേളിൽ ഒന്നായിട്ട് വെച്ചിട്ടാണ് വിക്കറ്റ് അതാണ്. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് അറിയാതെ എന്നെ കൂടെ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ 2 ടീമായിട്ട് കളി തുടങ്ങി. അപ്പോൾ ഇത് ഒരു വലിയൊരു വ്യത്യാസമായിട്ട് തോന്നി. ഞാൻ 10 വയസ്സ് വരെ കണ്ടിട്ടില്ലാത്തൊരു കളി പെട്ടെന്ന് സ്കൂൾ മാറിയപ്പോൾ കളിച്ചു തുടങ്ങേണ്ടി വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെ ഒരുപാട് നല്ല അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പ്രായം കുറവാണ്, 10-11 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷേ പെട്ടെന്നൊരു കുട്ടി ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് പുതിയ ആളോട് അഡ്ജസ്റ്റ് ചെയ്യാനും പാടാണ്. എനിക്കും പുതിയ സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പതുക്കെ മാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ ഒരു 1-2 ആഴ്ചത്തിൽ അന്തർമുഖനായിട്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് കളിയിൽ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങൾ, അവർ വായിക്കുന്ന മാസികകളൊന്നും ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ അല്പം അന്തർമുഖനായിരിക്കുമ്പോൾ ഒരു ഫാദർ ഡൊമിനിക്, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം വന്ന് ചോദിച്ചു, നീ പേട്ട സ്കൂളിൽ നിന്നാണല്ലോ വന്നത്, പക്ഷേ നിനക്ക് മാർക്കൊക്കെ നല്ല മാർക്കുണ്ട്, അവിടെയും നിനക്കിതല്ലാതെ വല്ല കലാവാസനയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പേടിയായിപ്പോയി. കാരണം പാടുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പാടാനറിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മറ്റേ സ്കൂളിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പഠിച്ച സ്കൂളിൽ. അപ്പോൾ എന്നോട് ഈ ഡൊമിനിക് ഫാദർ ചോദിച്ചു, നിനക്ക് ഉപന്യാസം എഴുതാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഉപന്യാസം എന്ന് ചോദിച്ചു. പറഞ്ഞ് ലേഖനം എന്താ കേട്ടിട്ടില്ല, അതിങ്ങനെ ഒരു വിഷയം തരും, നീ അതിനെപ്പറ്റി. ഞാൻ പറഞ്ഞു, അതെനിക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദർ എൻ്റെ പേര് എഴുതിയെടുത്തുകൊണ്ട് പോയി. ആ ഇടയ്ക്ക് വന്ന സ്കൂൾ യുവജനോത്സവത്തിൽ എൻ്റെ പേരും കൊടുത്തു. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ എഴുതണമെന്നറിയില്ല. അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നതിൻ്റെ അപ്പുറത്തോട്ട് 10-11 വയസ്സിലാണുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാദർ വന്നിട്ട് പറഞ്ഞു, നീ മിടുക്കനാണ്, നിനക്കാണ് 2ാം സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയ അതിശയമായിട്ട് തോന്നി. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇപ്പോഴും വളരെ എൻ്റെ ഒരു
എന്താണ് മെഡിക്കൽ ഡിഗ്രിക്കയുടെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്ന അതേ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വാല്യൂവിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിപ്പോഴുണ്ട്. അത് 1971 മറ്റാണ്, 71-72 ആണ്. സ്കൂളിൽ സെക്കൻഡാണ്. പക്ഷേ ഞാൻ പുതുതായിട്ട് വന്നൊരു വിദ്യാർത്ഥി ഉപന്യാസ മത്സരത്തിൽ സെക്കൻഡ് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിലും അതിശയമായി, എനിക്കതിനെ വിശ്വസിക്കാൻ വയ്യാതായി. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും എഴുതുന്ന ആളാണ്. എന്നെ എഴുത്തിലൂടെ ഫേസ്ബുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാസികകളിൽ പത്രങ്ങളിൽ ഞാൻ എഴുതുമ്പോൾ എന്നെ എഴുത്തിലൂടെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് അവസാന വർഷം വരെയും ഈ ലേഖനത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അന്ന് ഒരു ഫാദർ ഡൊമിനിക്ക് അന്തർമുഖനായിട്ടിരിക്കുന്ന എന്നെ വന്ന് നിനക്ക് എന്തൊക്കെ വാസനയുണ്ട്, അപ്പോൾ പ്രസംഗിക്കാമെന്ന് പറയുമ്പോൾ നിനക്ക് ഉപന്യാസം എഴുതി കൂടെയെന്ന് ചോദിക്കുന്നു. ഉപന്യാസം എന്താണ് ഞാൻ ചോദിക്കുമ്പോൾ ഉപന്യാസം എന്താണെന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ പേര് അദ്ദേഹം എഴുതിക്കൊണ്ട് പോയിട്ട് മത്സരത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് സംഭവിച്ചില്ല. ചിലപ്പോൾ പിന്നീട് ഞാൻ എഴുതുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അത്ര നേരത്തെ എനിക്ക് എഴുതി തുടങ്ങാൻ കഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന ആളായിട്ട് ഒരുപക്ഷെ മലയാളികൾക്കിടയിൽ അറിയപ്പെടുകയും ഇല്ലായിരുന്നു.